ഇന്ന് കുറച്ച് ബിസി ആയിട്ടുള്ള ഡേ ആയിരുന്നു കേട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഞാനിന്ന് മേലനങ്ങുന്നത്. ഇത്രയും നാൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു പണി ഞാൻ ചെയ്യാറില്ല. ഇന്ന് അമ്മയ്ക്കൊരു സഹായം ആയിക്കോട്ടെ വിചാരിച്ചെല്ലാം കണ്ടിറങ്ങി ചെയ്യാമെന്ന് വിചാരിച്ചു. അമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്മ പണിക്ക് പോയതിന് ശേഷമാണ് ഇതൊക്കെ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിച്ചട്ടോ. പോർക്കും അതുപോലെ കോഴിയൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അമ്മ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വരുമ്പോഴേക്കും അതൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ പോർക്ക് ഇങ്ങനെ ഐസും കട്ട പോലെ ആയിരുന്നു. അപ്പോൾ അതൊന്ന് വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഞാൻ വീണ്ടും എൻ്റെ ചിക്കൻ നന്നാക്കേണ്ട പണിയിൽ നിന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ കറി വെക്കാനുള്ളതും പൊരിക്കാനുള്ളതൊക്കെ മാറ്റി ഇങ്ങനെ അരിയണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് ഞാൻ ചിക്കൻ പൊരിക്കാനുള്ള സംഭവമൊക്കെ സെറ്റാക്കാൻ കേട്ടോ. അങ്ങനെ പൊരിക്കാനുള്ള എല്ലാ സംഭവങ്ങളും കുഴച്ച് ഞാൻ ഫ്രിഡ്ജിക്ക് അങ്ങനെ മാറ്റി വെച്ചു കേട്ടോ. കാരണം ഇപ്പോൾ കുഴച്ച് വെച്ച് നമുക്ക് രാത്രി ആകുമ്പോഴേക്കും വറക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അങ്ങനെ ഇത് സെറ്റാക്കിയിട്ട് വേണം എനിക്ക് സബോള അരിയാൻ ഗൈസ്. അത് കുറേ ഉണ്ടായിരുന്നു ചിക്കൻ കറിക്കും അതുപോലെ തന്നെ പോർക്കിക്കും വേണം. വീട്ടിൽ കറി വെക്കണവരെ നമ്മളെപ്പോഴും വില കുറച്ച് കാണരുത് ഗൈസ്. കാരണം ഏറ്റവും ടാസ്ക് പിടിച്ചൊരു കാര്യമാണ് കറി വെക്കൽ. കറി വെക്കാൻ എളുപ്പമാണ്, പക്ഷേ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ അരിഞ്ഞിട്ടും തൊലി കളഞ്ഞിട്ടും നന്നാക്കിയിട്ടും അത് അത്യാവശ്യം ടൈം എടുക്കും. നമ്മൾ ചോറ് വയ്ക്കാനൊക്കെ നമുക്ക് എളുപ്പമാണ്. കാരണം ചോറിൻ്റെ ഒപ്പം നിന്ന് നമുക്ക് ചോറ് വയ്ക്കേണ്ട ആവശ്യമില്ല. ചോറ് തീപ്പൊട്ടി പോയി നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ കറി വയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം നിന്നിട്ട് നമ്മുടെ ടൈം മൊത്തം സ്പെൻഡ് ചെയ്യണം. പിന്നെ ഞാനിതാ സിങ്കൊക്കെ തേച്ചൊടിച്ച് കഴുകിയിട്ടെ. കാരണം ഞാൻ അറിയാതെ ചിക്കൻ്റെ വെള്ളം മതിക്ക് മറിച്ചു. ഇവിടെ അമ്മ മറിച്ച് കളയാറില്ല. ഇത് അറിഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അമ്മയ്ക്ക് ഇല്ലാത്ത മണവും ഇത് എന്താ ഇവിടെ ചിക്കൻ മണക്കുന്നത് എന്താ അത് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ സിങ്കൊക്കെ സോപ്പിട്ട് കഴുകി എല്ലാം സെറ്റാക്കി അവിടെയൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തു കിട്ടാം. ചേച്ചി നന്നായി തടി വെച്ചല്ലോ എന്നുള്ളൊരു കമൻറ്റ് ഞാൻ അവിടെ നിരോധിക്കുന്നു. കാരണം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്നെ മനസ്സിലാവുന്നുണ്ട് ഞാൻ നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ പോർക്കൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് അലിഞ്ഞ് വന്നു തുടങ്ങിയിട്ടാ. പിന്നെ ഞാൻ കൈയൊക്കെ കഴുകി കുറച്ച് മുന്തിരിയൊക്കെ ഒഴിച്ചു. പിന്നെ ഈ പോർക്കൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. കാരണം ഇങ്ങനെ വേവിച്ചിട്ട് അരിയുമ്പോൾ പെട്ടെന്ന് നല്ല സ്മൂത്തായിട്ട് അരിയാൻ പറ്റും. അപ്പോൾ മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് ഒരു 4 വിസിൽ അടിച്ചാൽ മതി, സംഭവം സെറ്റാവും. പിന്നെ ഇത് അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. ഇവിടെ അമ്മ ചെയ്യാറുള്ളതാണ്. നമ്മുടെ കുക്കറൊക്കെ തന്നെ പതച്ച് പൊങ്ങിയില്ലേ, അതിന് ഇതുപോലത്തെ ഈ റിങ് ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ച് വെച്ചെങ്കിൽ സംഭവം പതഞ്ഞു പോയില്ല ഗൈസ്. പിന്നെ അതൊക്കെ അരിഞ്ഞ് സെറ്റാക്കുമ്പോഴേക്കും അമ്മ വന്നു. അമ്മ പണിമാറ്റി വന്നു. അപ്പോൾ കുറേ മാങ്ങ എടുത്ത് ചേച്ചി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ മാങ്ങയൊക്കെ കടിച്ച് വലിച്ച് കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റുള്ള മാങ്ങയായിരുന്നു കേട്ടോ. ഇവിടെ ചക്കയ്ക്കും മാങ്ങയ്ക്കൊന്നും ഒരു ക്ഷാമവുമില്ല. പിന്നെ അമ്മ അതൊക്കെ മുറിച്ച് തന്നു. അങ്ങനെ ഇതൊക്കെ ഞാൻ കഴിച്ചു ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.